ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചേഴ്സ് എന്താണെന്ന് പഠിച്ചല്ലേ ചാപ്റ്റർ 1. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് നിങ്ങൾക്ക് പോയിൻറ്റേഴ്സ്. അപ്പം പോയിൻറ്റേഴ്സിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പോയിൻറ്റേഴ്സ് ഇൻ C++. ഞാൻ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പോയിൻറ്റേഴ്സ് എന്താണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് നോക്കിക്കോ. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഫസ്റ്റായിട്ട് നിങ്ങൾ സ്കൂളിൽ പോവുക. നിങ്ങൾ ഇപ്പോൾ 12th കയറിയിട്ടുണ്ട്. 12th കയറി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സ്കൂളിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ ക്ലാസ്സിലേക്ക് പോകും അല്ലേ? ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാവുന്ന, ആരോ പറഞ്ഞു സ്റ്റാഫ് റൂമിൽ ചെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ പറ്റി അന്വേഷിക്കാമെന്ന്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? ക്ലാസ്സിൽ നിന്ന് സ്റ്റാഫ് റൂമിലേക്ക് പോകും. സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ എന്താ, കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലേ. മാത്സിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കാണും, സയൻസിന് കാണും, സോഷ്യലിന് കാണും, ഹ്യൂമാനിറ്റീസിന് കാണും. നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫൈഡ് ഉള്ളതായിട്ട് CS ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും അല്ലേ? നിങ്ങൾ നിങ്ങളുടെ CS ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പം നിങ്ങളുടെ ഫാക്കൽറ്റി, കറസ്പോണ്ടിങ് ഫാക്കൽറ്റി കാണും. നിങ്ങൾ നിങ്ങളുടെ ഫാക്കൽറ്റിയുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിക്കും. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്ന? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റാഫ് റൂമിൽ പോകണം. അതായത് ക്ലാസ്സിൽ ചെന്നപ്പോൾ നിങ്ങൾ അറിയുന്നത് എന്താ, സ്റ്റാഫ് റൂമിലേക്ക് പോകണമെന്ന് നിങ്ങൾ റൂട്ട് ചെയ്യിക്കുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ സ്റ്റാഫ് റൂം എന്നാണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയത് അവിടെ ക്ലാസ് റൂമിൽ ചെന്നപ്പോഴാണ്. പോയിന്റേഴ്സിന്റെ കൺസെപ്റ്റ് അത് തന്നെ. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഈ കൊടുത്തേക്കുന്ന ഡേറ്റയിലോട്ടൊന്ന് നോക്കിയേ. നിങ്ങളുടെ സ്കൂളിനകത്ത് ഞാൻ ഗോ ടു ക്ലാസ് 12 സയൻസ് എന്ന് എഴുതിയേക്കും. അത് നിങ്ങളുടെ ഡേറ്റ് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. സ്കൂൾ നിങ്ങളുടെ വേരിയബിൾ ആണെന്ന് വിചാരിച്ചോ. ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റ നിങ്ങൾക്കറിയാം. ആ ഡേറ്റയുടെ അഡ്രസ്സ് അല്ലെങ്കിൽ അത് ഏത് സ്പെസിഫൈഡ് മെമ്മറി ലൊക്കേഷനിലാണെന്ന ഒരു അഡ്രസ്സ് നമുക്ക് എല്ലാ മെമ്മറിക്കും കാണും അല്ലേ? മെമ്മറി അഡ്രസ്സ് എന്ന് അതിന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരു ന്യൂ ടോപ്പിക് ആയിരിക്കും. മെമ്മറി അഡ്രസ്സ് എന്ന് അതിന് പറയുന്നത്. ആ അഡ്രസ്സിൽ പോയിന്റ് ചെയ്യും അല്ലെങ്കിൽ ആ അഡ്രസ് വാല്യൂ ഹോൾഡ് ചെയ്യുന്ന മറ്റൊരു വേരിയബിൾ ആയിരിക്കും നമ്മുടെ പോയിന്റർ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നോക്കിക്കോ. വാട്ട് ഇസ് എ പോയിന്റർ? ഇറ്റ് ഈസ് എ വേരിയബിൾ വിച്ച് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. നമുക്കിപ്പോൾ ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിനകത്ത് നമ്മളൊരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേരിയബിളിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വേരിയബിൾ ഒരു സ്പെസിഫൈഡ് മെമ്മറി അഡ്രസ്സിലായിരിക്കുമല്ലോ ഇരിക്കുന്ന. ആ മെമ്മറി അഡ്രസ്സ് മറ്റൊരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് ഇപ്പം ഇൻറ്റിജർ A എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ നോക്കിക്കോ, നമ്മൾ നമ്മുടെ കൺസെപ്റ്റിലോട്ട് തന്നെ വരാം. ഇൻറ്റിജർ A എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. A എന്ന് പറയുന്ന വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് എന്താ? ഇൻറ്റിജർ ആണെന്ന് മനസ്സിലായി. അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ വാല്യൂ ആണ് 50. അതിന്റെ മെമ്മറി അഡ്രസ്സ് നമുക്ക് 1000 ആക്കി വെക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, 1000 എന്ന് വിചാരിച്ചു. അപ്പം പോയിന്റർ A എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 1000 എന്ന് പറയുന്ന അഡ്രസ് ആയിരിക്കും പോയിന്റർ Aയിൽ വരുന്നത്. PA എന്ന് പറയും. നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും PA. അതിൽ നമ്മുടെ ഇൻറ്റിജർ Aന്റെ അഡ്രസ് വാല്യൂ, മെമ്മറി അഡ്രസ് വാല്യൂ ഇവിടെ എന്താ? 1000. ആ 1000 ആയിരിക്കും അത് പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ പോയിന്റ് ചെയ്യുന്ന ആ വേരിയബിളിനെയാണ് പോയിന്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇൻറ്റിജർ A PA, പോയിന്റർ A എന്നുള്ള എയിലേക്ക് പോയിന്റ് ചെയ്യുന്ന വേരിയബിൾ പോയിന്റർ A, PA എന്ന് ഞാൻ കൊടുത്തു. പിന്നെ നമ്മുടെ കമ്പൈലറിന് നമ്മൾ ഇൻഫോം ചെയ്യണം. എന്താ? ഇത് സാധാരണ ഒരു വേരിയബിൾ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു മെമ്മറി അഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആ എന്ന് നമ്മുടെ കമ്പൈലറിനെ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്ന ആ സിമ്പിളും കൂടെ പോയിന്റേഴ്സ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കും. കണ്ടോ? ഇങ്ങനെയാണ് അപ്പം അതിൻ്റെ ഡിക്ലറേഷൻ കൊടുക്കുന്നത്. ഇൻറ്റിജർ A പോയിന്റർ A സ്റ്റാർ വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യും. പിന്നെ നമ്മൾ ഇൻറ്റിജർ ആയിട്ട് തന്നെ സ്പെസിഫിക്കലി ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? A എന്ന് പറയുന്ന വേരിയബിളിനകത്ത് നമ്മൾ കണ്ടല്ലേ, ഒരു ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ് നമ്മുടെ A എന്ന് പറയുന്ന വേരിയബിൾ. ഒരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി A എന്ന് പറയുന്ന വേരിയബിളിനെ പോയിന്റ് ചെയ്യുന്ന നമ്മുടെ പോയിന്ററിന്റെ ഡേറ്റ ടൈപ്പും ഇൻറ്റിജർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡിക്ലറേഷനിൽ ഇൻറ്റ് A സ്റ്റാർ PA എന്ന് കൊടുത്തേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഡൗട്ട് വരുന്നിടത്ത് വെച്ച് നിങ്ങൾ നിർത്തിയിട്ട് റീവൈൻഡ് അടിച്ച് വീഡിയോ നോക്കണം. നിങ്ങൾ ക്ലാസ് കാണുന്നതിനോടൊപ്പം നോട്ട് ചെയ്ത് പോകണം. അപ്പം നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്ത് പോകും. നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്താലേ നമുക്ക്
കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് അതിൻ്റെ ഐഡിയ നമുക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിളൊക്കെ ഇങ്ങനെ സ്പെസിഫിക്കലി ഇങ്ങനെ ഓരോന്നും ബ്രാക്കറ്റിൽ കൊടുത്ത് എന്താണെന്നും കൂടെ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ പോയിന്റേഴ്സിനെ കുറിച്ച് പറയുമ്പം രണ്ട് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയണം. പോയിന്റേഴ്സ് രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന. ഒന്ന് സ്റ്റാർ ഓപ്പറേറ്ററും രണ്ടാമത്തത് ആംപർസാൻഡ് ഓപ്പറേറ്ററും. നിങ്ങൾക്ക് അത് രണ്ടും അറിയാല്ലേ. സ്റ്റാർ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ +1 പഠിച്ചതാണ്. സ്റ്റാർ ഓപ്പറേറ്ററും ആംപർസാൻഡ് ഓപ്പറേറ്റേഴ്സുമാണ് പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഇൻഫോംസ് കമ്പൈലർ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ നോർമൽ വേരിയബിൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, കമ്പൈലറിന് മനസ്സിലാവണം ഇതൊരു വേരിയബിൾ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തു, പക്ഷെ അത് നോർമൽ ആയിട്ടുള്ള ഒരു വേരിയബിൾ അല്ല, എന്തിൻ്റെ ഒരു അഡ്രസ്സോ എന്താ സൂചിപ്പിക്കുന്ന ഒരു വേരിയബിളാണ് എന്ന് കമ്പൈലറിന് നമ്മൾ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പോയിന്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റാർ കൂടെ കൊടുക്കും. അതിനാണ് സ്റ്റാർ ഓപ്പറേറ്ററിന്റെ ഒന്നാമത്തെ യൂസ്. രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോയിന്റർ അല്ലെങ്കിൽ ആ സ്പെസിഫൈഡ് അഡ്രസ്സിലെ കണ്ടന്റ് നമുക്ക് ആക്സസ് ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റാർ എന്ന് കൊടുക്കും. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ആംപർസാൻഡ് ഓപ്പറേറ്റർ എന്താ? അത് റിട്രീവ് ദ അഡ്രസ് ഓഫ് ദി വേരിയബിൾ. നമുക്ക് സ്പെസിഫൈഡ് വേരിയബിളിന്റെ അഡ്രസ്സിനെ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംപർസാൻഡ് ഓപ്പറേറ്റർ കൊടുക്കുന്നത്. പിന്നെ പോയിന്റേഴ്സിനകത്ത് രണ്ട് ഓപ്പറേഷൻസ് ആണുള്ളത്, അഡീഷനും സബ്സ്ട്രാക്ഷനും. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അഡീഷനും സബ്സ്ട്രാക്ഷനും അല്ലാതെ വേറെ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻസും നമുക്ക് നമ്മുടെ പോയിന്റേഴ്സിനകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്ത് ഇൻറ്റ് പി എന്ന് പറഞ്ഞൊരു പോയിന്റർ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ വാല്യൂ എന്താ? 1000. അതിനകത്തുള്ള ഡേറ്റ വാല്യൂ 1000. നമ്മൾ p+1 കൊടുക്കുവാണെങ്കിൽ ഒരിക്കലും 1001 എന്നായിരിക്കത്തില്ല നമ്മുടെ പിക്കകത്ത് പിന്നെ വരുന്ന വാല്യൂ. അല്ലെങ്കിൽ p+1ന്റെ വാല്യൂ ഒരിക്കലും 1001 ആയിരിക്കത്തില്ല. കാരണം നമ്മൾ ഈ പി എങ്ങനെ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത്? ഇൻറ്റിജർ വാല്യൂ ആയിട്ടാണ് അല്ലേ, ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ആയിട്ടാണ് പി ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ടെർബോസിക്കകത്ത് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻറ്റിജർ വാല്യൂവിന്റെ മെമ്മറി അലോക്കേഷന് 2 bytes എടുക്കും. അത് ജീനിക്കകത്താണെങ്കിലോ 4 bytes ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റിജർ വാല്യൂ അലോക്കേറ്റ് ചെയ്യാൻ 1000, 1001 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സസ് എടുക്കും. അപ്പം നെക്സ്റ്റ് 1002 ആയിരിക്കും അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? 1000, 1001 2 bytes വേണം നമ്മുടെ ഒരു ഇൻറ്റിജർ വാല്യൂ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ. അപ്പൊ 1000, 1001 എന്നുള്ള സ്പേസ് ആ ഇൻറ്റിജർ പി സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുക്കും അല്ലേ? അപ്പൊ നെക്സ്റ്റ് അലോക്കേഷൻ ഇൻറ്റിജർ അടുത്തൊരു ഇൻറ്റിജർ ഉണ്ടെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പൊ p+1 അലോക്കേറ്റ് ചെയ്യാൻ നമുക്ക് 1002 എന്ന അഡ്രസ്സിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ജീനിക്കകത്താണെങ്കിൽ 4 bytes ആണ് ഞാൻ പറഞ്ഞല്ലേ. അപ്പം 1000, 1001, 1002, 1003 ഈ 4 മെമ്മറി അഡ്രസ്സസും ഇൻറ്റിജർ വാല്യൂ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കും. അപ്പം നെക്സ്റ്റ് നമ്മുടെ ഇതെന്തായിരിക്കും? 1004 എന്ന് പറഞ്ഞ അഡ്രസ്സിലായിരിക്കും നമ്മൾ p+1 ചെയ്യുമ്പം പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്. അതാണ് അഡീഷന്റെ കേസ്. സബ്സ്ട്രാക്ഷന്റെ കേസ് വരുമ്പോഴോ സെയിം തന്നെ, 2 അഡ്രസ്സ് ബാക്കിലോട്ടായിരിക്കും ജമ്പ് ചെയ്യുന്നത്. നമ്മൾ എഴുതുമ്പം ഇത് പറയാൻ കാര്യം എന്താ? ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണെങ്കിൽ 2 bytes ആണ് ടെർബോ C++നകത്ത് എടുക്കുന്നത്. ജീനിക്കകത്താണെങ്കിൽ 4 bytes എടുക്കുന്നത്. അപ്പം നമ്മുടെ അഡ്രസ് വാല്യൂ അതനുസരിച്ചായിരിക്കും ജമ്പ് ചെയ്യുന്നത്. അഡീഷൻ ചെയ്യുമ്പം മുന്നിലേക്ക് ജമ്പ് ചെയ്യും, സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പം ബാക്കിലേക്ക്. ഇപ്പൊ ഇവിടെ 1002 ആണ് ഞാൻ പിക്കകത്ത് വാല്യൂ കൊടുത്തേക്കുന്നത്. അപ്പൊ p-1 ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 1000ലേക്കായിരിക്കും പോകുന്ന, 1001 ആയിരിക്കത്തില്ല. അതാണ് ആ പോയിന്റേഴ്സിന്റെ അഡീഷൻ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യുമ്പം കിട്ടുന്ന റിസൾട്ടന്റ് ആയിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ മെമ്മറി അഡ്രസ്സ് നോട്ട് ചെയ്ത് വെക്കണം. ഓരോ കമ്പൈലർ ചേഞ്ച് ആവുന്ന അനുസരിച്ച് ഇപ്പം ഇൻറ്റിജർ 2 bytes ആണ് ടെർബോ C++ എന്ന് നമുക്കറിയാം. ജീനിക്കകത്ത് 4 bytes ആണ് ഇൻറ്റിജറിന് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ കമ്പൈലറിനെ ഡിപ്പെൻഡ് ചെയ്തും ഇത് വേരി ചെയ്യും. ഓക്കെ, ഇനി പോയിന്റേഴ്സിനകത്തുള്ള ഒരു കൺസെപ്റ്റ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അതായത് പോയിന്റേഴ്സ് എന്തെല്ലാം റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പോയിന്റേഴ്സിനകപ്പാട് 2 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് പഠിച്ചല്ലേ കഴിഞ്ഞ +1. ഇതിപ്പം ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു മാത്രമേ പോയിന്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്.
ഇസ് ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു. ഓക്കെ, ഇനി പോയിന്റേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഉണ്ട്. പോയിന്റേഴ്സ് ആൻഡ് അറേസ്, പോയിന്റേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് എന്നുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ ആദ്യം പോയിന്റേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. പോയിന്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പോയിന്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസുമായിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോയിന്റേഴ്സ് എന്താണെന്ന് നോക്കി, പോയിന്റേഴ്സിൻ്റെ വർക്കിംഗ് എങ്ങനെ, പോയിന്റേഴ്സ് എങ്ങനെയാണ് പോയിന്റ് ചെയ്യിക്കുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ സിലബസിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് പോയിന്റേഴ്സ് ആൻഡ് അറേസും പോയിന്റേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സും നമുക്ക് നോക്കാം. അപ്പം എപ്പിസോഡ്സ് ഒന്നും മിസ്സാവരുത്. സ്റ്റേ ട്യൂൺ ടു ആഫിയാസ് ടെക് ടോക്ക്. താങ്ക് യു സോ മച്ച്.